സിംഗിങ് ഗ്രാമർ ഈ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് കുട്ടികളെ മാത്രമല്ല അഡൽട്ട് ലേണേഴ്സിനെയും പാട്ടും പാടി ഗെയിമും കളിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് കാംബ്രിഡ്ജ് കോപ്പി കളക്ഷനിൽപ്പെട്ടതാണ്. അതായത് അധ്യാപകർക്ക് ഇതിൻ്റെ പേജുകൾ അനുവാദം കൂടാതെ തന്നെ കോപ്പി ചെയ്യാം നിങ്ങൾ പുസ്തകം വായിക്കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ 18 ലെസൺസാണുള്ളത്. ഓരോ ലെസൺസും ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഗ്രാമർ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് അതായിരിക്കും. അപ്പോൾ അതിൽ ഒരു പാട്ടുണ്ടായിരിക്കും. ആ പാട്ടിൻ്റെ ആദ്യം പ്രീ ലിസണിങ് എക്സസൈസുകൾ ഉണ്ടായിരിക്കും. ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് കുട്ടികൾ ചെയ്യേണ്ട എക്സസൈസുകൾ. ഒപ്പം തന്നെ പാട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ ചെയ്യേണ്ട എക്സസൈസുകൾ. അത് കഴിഞ്ഞ് പാട്ട് കേട്ടതിന് ശേഷം ചെയ്യേണ്ട എക്സസൈസുകൾ. അത് കഴിഞ്ഞിട്ട് വരെ ഗെയിമുകളുണ്ടായിരിക്കും. ആ ഗെയിമുകൾ എങ്ങനെയാണ് കളിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ടീച്ചേഴ്സിൻ്റെ ആയിരിക്കും. ആ സോങ്ങിൻ്റെ മറ്റു കഥകളെക്കുറിച്ചിട്ട് പറയുന്ന ഭാഗമുണ്ടായിരിക്കും. എന്താണ് ആ സോങ്ങിൻ്റെ ലിറിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് സിമ്പിൾ പ്രസൻറ്റിൽ ഇപ്പോൾ ഡു യു ലൈക്ക് ഗെറ്റിംഗ് അപ്പ് ആൻഡ് ഗോയിങ് ടു സ്കൂൾ? നോ നോ ഐ എൻജോയ് ഹാവിങ് ഫൺ. അങ്ങനെയാണ് ഒരു പാട്ട് വരിക. അതേപോലെ 18 പാട്ടുകളാണ്. അപ്പോൾ ഈ പാട്ടുകൾ കുട്ടികൾ വളരെ രസകരമായിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഗ്രാമറും പഠിക്കുമെന്നുള്ളതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 ദിവസത്തെ ഗ്രാമർ വർക്ക്ഷോപ്പ് വെച്ചിരുന്നു. അപ്പോൾ 1 മണിക്കൂർ തന്നെ കുട്ടികൾക്ക് ഗ്രാമർ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് മാഷെ ഈ 2 ദിവസമൊക്കെ കുട്ടികൾ ഗ്രാമർ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റഡായി. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടും വീണ്ടും പാട്ടുകൾ വെച്ച് ഡാൻസ് ചെയ്ത് ആടിപ്പാടിയിട്ടാണ് അവർ ക്ലാസ് വിട്ടു പോയിരുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് വളരെ രസകരമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു പാഠം ഇപ്പോൾ നമുക്ക് നോക്കാം. ഗെറ്റിംഗ് അപ്പ് എന്നുള്ളതൊരു പാഠമാണ്, 3ാമത്തെ പാഠമാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാമർ ഫോക്കസ് അത് എഫെക്ഷൻ വെർബ്സ് ലൈക്ക് ഹെയ്റ്റ് പോലെയുള്ള വെർബുകളാണ് അതിന് ഫോക്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ വെർബിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കുമ്പോൾ വരുന്ന രീതികളും. അതിന് മ്യൂസിക് എന്നുള്ളത് ചാൻ പ്ലസ് കരിയോക്കെയാണ്. അതിൻ്റെ ടോപ്പിക് വരുന്നത് ദിസ് സോങ് ഹാസ് ദ ഫോം ഓഫ് ഡയലോഗ് അബൌട്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് അതിനെക്കുറിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ സോങ്ങിൻ്റെ ലിറിക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് ക്ലാസ്സിൽ സോങ് ഷീറ്റ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഒരു ഭാഗത്ത് ടീച്ചേഴ്സ് ഉണ്ടാവുക. അതിൻ്റെ ഗ്രാമർ പേജ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ടായിരിക്കും. പിന്നെ ഗെയിം പേജ്, ഗെയിം എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത്. പിന്നെ പ്രീ ലിസണിങ് എക്സസൈസുകളാണ്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ലിസൺ ചെയ്യാനുള്ള എക്സസൈസുകളുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലിസണിങ് പോസ്റ്റ് ലിസണിങ് എക്സസൈസുകളുണ്ട്. പിന്നെ ഇതിൽ ഈ ഗെയിം പേജിൽ കുറേ ഷീറ്റുകളുണ്ടായി. ഇതെല്ലാം നമുക്ക് കോപ്പി ചെയ്ത് കട്ട് ചെയ്തൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ആമസോണിലില്ല. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്നൊരു പുസ്തകമാണ്. പക്ഷേ ഇത് ഇന്ത്യയിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് ഗ്രാമറിൻ്റെ ടെൻസുകൾ, മോഡൽ ഓക്സിലറികൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ കഴിയും. വളരെ രസകരമായിട്ട് ബോറടിപ്പിക്കാതെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ പേര് മനസ്സിൽ വെച്ചോളൂ, സിംഗിങ് ഗ്രാമർ. ഓക്കെ, ബൈ മാർക്ക് ഹാങ്കോക്ക്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്. താങ്ക് യു.